പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയം തിരുവചനവുമായിട്ട് വീണ്ടും ദൈവമക്കളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വിലപ്പെട്ട സമയം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാൻ സർവശക്തനാം ദൈവം നൽകി തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവവചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ദൈവവചനമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലെ വാഗ്ദത്തങ്ങളാണ് നമ്മളെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണെന്ന് തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തി ഈ വചനത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഈ വചനം ഉയർത്തിയിട്ടുണ്ട്. ഒരു കുടുംബം ഈ വചനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഈ വചനം മാനിച്ചിട്ടുണ്ട്. ദൈവവചനത്തെ ഉയർത്തുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വ്യക്തിത്വങ്ങളായി മാറുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം വിളിച്ചിറക്കിയവരുമുണ്ട്, ദൈവത്തെ വിളിച്ചോണ്ടിറങ്ങിയവരുമുണ്ട്. ദൈവം വിളിച്ചിറക്കിയവരുടെ നോട്ടം എപ്പോഴും ദൈവത്തിങ്കിലേക്കായിരിക്കും. ദൈവത്തെ വിളിച്ചോണ്ടിറങ്ങിയവരുടെ നോട്ടം എപ്പോഴും ഭൗതിക കാര്യങ്ങളിലായിരിക്കും. എൻ്റെ കാര്യം നടക്കണം, എൻ്റെ ഈ കാര്യം നടക്കണം. അങ്ങനെ ഒരിക്കലും ആകരുത്. ദൈവം വിളിച്ചിറക്കിയാലും ദൈവത്തെ വിളിച്ചോണ്ടിറങ്ങിയാലും നമ്മുടെ ലക്ഷ്യം എപ്പോഴും നിത്യതയായിരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. യാക്കോബിൻ്റെ ഇഷ്ടപുത്രനായിരുന്ന യോസഫിൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ വാക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂലത്തിനകത്തും ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക അനുഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കപ്പെട്ടാലേ കഴിയത്തുള്ളൂ. ഏത് പ്രതിസന്ധിക്കകത്തും ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക നന്മയുണ്ട്. അത് കാണാൻ നമ്മുടെ കണ്ണുകളെ തുറക്കാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ന്യായപ്രമാണത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്. അത് കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. യോസഫ് അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രമാണ്. നമുക്കൊക്കെ അനുകരിക്കുവാൻ കഴിയുന്ന ഒത്തിരി സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ള ഒരു ബൈബിൾ കഥാപാത്രമാണ് യോസഫിൻ്റെ ജീവിതം. റാഹേലിൻ്റെ 2 മക്കളിൽ മൂത്തവനായിരുന്നു യോസഫ്, രണ്ടാമത്തവൻ ബെന്യാമീന. യാക്കോബിൻ്റെ ഇഷ്ടഭാര്യയായിരുന്നു റാഹേല്. അതുകൊണ്ട് തന്നെയാണ് യോസഫിനെ മറ്റു മക്കളെക്കാൾ അധികമായിട്ട് യാക്കോബ് സ്നേഹിക്കാനിടയായി തീർന്നത്. തന്നിമിത്തം എന്ത് ചെയ്തു? ആ ഇഷ്ടപുത്രന് ഒരു അങ്കി ഉണ്ടാക്കി കൊടുത്തു. ആ അങ്കി മറ്റ് സഹോദരന്മാർ കാണുകയും യോസഫിനോട് പക വെച്ച് പുലർത്തുകയും ചെയ്തു. ഉള്ളിൽ പക കൊണ്ട് നടന്നാൽ ഒരിക്കലും അത് പിന്നത്തേതിൽ അത് പൊട്ടുവാനിടയായിത്തീരും. അത് വിദ്വേഷത്തിലേക്കും വൈരാഗ്യത്തിലേക്കും അടുത്ത പ്രവൃത്തിയിലേക്ക് നയിക്കുവാനിടയായിത്തീരും. എനിക്ക് നിങ്ങൾക്കും ആരോടെങ്കിലും വൈഷമ്യങ്ങളുണ്ടെങ്കിൽ ഉള്ളിൽ അത് വെച്ചോണ്ടിരിക്കരുത്, പറഞ്ഞു തീർക്കുവാനായിട്ട് കഴിയണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, യോസഫിൻ്റെ സഹോദരന്മാർക്ക് അവനോട് അപ്പൻ കൊടുത്ത അങ്കിയിൽ നിന്ന് രൂപപ്പെട്ട പക, അസൂയ, അത് പകയായി വളർന്ന് അത് പിന്നത്തേത് വിദ്വേഷമായി മാറി അവനെ വകവരുത്തണമെന്നുള്ള രീതിയിലേക്ക് ഒരു തരം അന്വേഷിച്ചവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂനിന്മേ കുരുവെന്ന് പറയുന്ന രീതിയിൽ യോസഫ് 2 സ്വപ്നങ്ങളും കൂടെ കാണുകയാണ്. യോസഫ് യഥാർത്ഥത്തിൽ നിഷ്കളങ്ക ഹൃദയമുള്ളവന്. അവൻ കണ്ട സ്വപ്നം എന്ത് ചെയ്തു? തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. കറ്റ എഴുന്നേറ്റ് നിൽക്കുന്ന കറ്റയെക്കുറിച്ചുള്ള സ്വപ്നം ആദ്യത്തെ സ്വപ്നം. സഹോദരന്മാരുടെ കറ്റകൾ ചുറ്റും നിന്ന് യോസഫിൻ്റെ കറ്റയെ നമസ്കരിക്കുന്നൊരു സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞു. ആ സ്വപ്നം പറഞ്ഞതോടുകൂടെ കുറച്ചുകൂടെ പകയും വിദ്വേഷവും വൈരാഗ്യവും യോസഫിനോട് കടന്നു വരികയാണ്. 2ാമത്തെ സ്വപ്നം കണ്ടിട്ട് അവൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? ഉള്ളിൽ എന്തെങ്കിലും വെച്ചോണ്ടിരിക്കുന്നവനാണെങ്കിൽ 2ാമത്തെ സ്വപ്നം അവൻ പറയത്തില്ലായിരുന്നു. അവനും ആ സ്വപ്നം എന്ത് ചെയ്തു? പറഞ്ഞു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നമസ്കരിക്കുന്നൊരു കാഴ്ച കണ്ട സ്വപ്നം എന്ത് ചെയ്തു? യോസഫ് പറഞ്ഞു. ഇതും അവർ എന്ത് ചെയ്തു? അവനെതിരെ പ്രയോഗിക്കാനുള്ള ഒരു മാർഗമായിട്ട്
ഉപയോഗിക്കാനിടയായി തീർന്നു. തരം കിട്ടിയപ്പോൾ ആ പക പ്രകടിപ്പിക്കാനുള്ളൊരവസരം ഒരുങ്ങി വന്നു. ആമേൻ. യോസഫിനെ പൊട്ടക്കുഴിയിലേക്ക് തള്ളിക്കളയുന്ന അവസ്ഥ. ആമേൻ. അവരെ കൊല്ലാനാണ് അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത്. പക്ഷേ ദൈവം കൊടുത്ത സ്വപ്നം അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. ഒരു ദൂത് ഞാൻ പറയാം ദൈവമക്കളെ. ആമേൻ. നിന്റെ മേൽ ദൈവത്തിൻ്റെ പ്രോമിസ് ഉണ്ടെങ്കിൽ, ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്കെതിരായിട്ട് ഗൂഢാലോചന ഒരുക്കിയാലും സ്വർഗത്തിന് ദൈവം അതിനെ തകർത്ത് തരിപ്പണമാക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 40-ലധികം പേര് പൗലോസിനെ ഒടുക്കിക്കളയുവോളം ഒന്നും തിന്നത്തില്ല കുടിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. പക്ഷേ പൗലോസിന്റെ പെങ്ങളുടെ മകന് അറിവ് ലഭിച്ച് പൗലോസിനോട് ചെന്ന് പറയുന്നത് കാണാനിടയായിത്തീരും. അതിൻ്റെ തലേ രാത്രിയിൽ പൗലോസിനോട് ദൈവം പറയുന്നൊരു പ്രോമിസ് ഉണ്ട്. ധൈര്യമായിരിക്കുക, നീ യെരുശലേമിൽ എൻ്റെ സാക്ഷിയായതുപോലെ റോമയിലും എൻ്റെ സാക്ഷിയാകും. ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘം ഒരു സൈഡിൽ, ആമേൻ, ദൂത് പറയുന്ന ദൈവം മറു സൈഡിൽ. എന്താ നടന്നത്? ഗൂഢാലോചന നടന്നില്ല. ആമേൻ. ആഭിചാരം നടന്നില്ല. മന്ത്രവാദം നടന്നില്ല. ദൈവത്തിൻ്റെ പ്രോമിസ് നടക്കാനിടയായി തീർന്നു. ഇവിടെ സ്വപ്നം കാണിച്ച സ്വർഗത്തിലെ ദൈവമാ. ആമേൻ. അതിനെ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ദൈവമാ. പക്ഷേ ആ സ്വപ്നത്തിലേക്ക് കടന്നു പോകുന്ന ചവിട്ടുപടികൾ വ്യത്യസ്തമാണ്. ഞാനും നിങ്ങളും ഒരു ദൂത് കേൾക്കുമ്പോൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും ആ ദൂതിലേക്ക് എന്നെ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ ആയിരിക്കും. അതിനകത്ത് ചിലപ്പോൾ പൊട്ടക്കുഴിയുടെ ഏകാന്തതകൾ കാണും. ആമേൻ. പൊത്തിഫേറിന്റെ ഭവനം പോലെയുള്ള തിരസ്കരണങ്ങളും ആമേൻ പ്രലോഭനങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ അവിടെയും ഞാൻ നിങ്ങൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. മൂന്നാമത്തതാണ് കാരാഗ്രഹം. കാരാഗ്രഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം. കൊടും കുറ്റവാളികൾ കിടക്കുന്നത്. ഈ കാരാഗ്രഹം യഥാർത്ഥത്തിൽ എവിടെയാണെന്നറിയാമോ? അകമ്പടി നായകന്റെ വീട്ടിലാണ്. ഈ അകമ്പടി നായകൻ ആരാണ്? പൊത്തിപ്പേറാണ്. പൊത്തിപ്പേറിന്റെ വീട്ടിലാണ് ഈ കാരാഗ്രഹമുള്ളത്. അവിടെയാണ് യോസഫിനെ കൊടുങ്കുറ്റവാളിയായിട്ട് ഇട്ടേക്കുന്നത്. അവിടെ യോസഫ് കിടന്നെങ്കിൽ മാത്രമേ രാജസ്ഥാനത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്ന ദൂത്? ആമേൻ. ദൈവം അനുവദിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതികൂലങ്ങൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു നന്മയുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ആമേൻ. അകമ്പടി നായകന്റെ വീട്ടിലെ കാരാഗ്രഹത്തിനകത്ത് യോസഫ് കിടക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് പരിതപിച്ച് അവന്റെ ജീവിതം മുന്നോട്ട് നീക്കിയെന്നല്ല പറയുന്നത്. പിന്നെയോ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം എന്നോട് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ കാരാഗ്രഹം വന്നാലും, എത്ര വലിയ തീച്ചൂളയുടെ അനുഭവങ്ങൾ വന്നാലും, ഏതൊക്കെ സിംഹത്തിന്റെ കൂടുപോലുള്ള വിഷയങ്ങൾ കടന്നു വന്നാലും, പത്മോസിന്റെ ഏകാന്തത പോലുള്ള പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ദൈവം എന്നോട് നിങ്ങളോടും ഒപ്പമുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ നിങ്ങളെ പുറത്തു വരും. യാതൊരു സംശയവുമില്ല. ആമേൻ. കൊടുങ്കുറ്റവാളിയായി കൊണ്ടിട്ടവൻ അവിടുത്തെ മേലധികാരിയാകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരാഗ്രഹ പ്രമാണി യോസഫിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന കാണാൻ കഴിയും. എന്താ കാരണമെന്നറിയാമോ? കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് അലിവ് തോന്നത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കൃപ അവിടെ വ്യാപരിച്ചു. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നറിയാമോ? യോസഫ് ഒരു പാപവും ചെയ്യാതിരുന്നത് കൊണ്ടാണ്. യോസഫ് ഒരു തെറ്റും ചെയ്യാതിരുന്നത് കൊണ്ടാണ്. നീ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് ദൈവമൈതലേ, നിന്റെ ജീവിതത്തിൽ തകർച്ചകളും വേദനകളും ഒറ്റപ്പെടലുകളും നിന്നയുടെ അനുഭവങ്ങൾ കടന്നു വരുന്നെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ചിലതിനെ ദൈവം നിനക്ക് അനുകൂലമാക്കി തീർക്കും. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കത്തക്ക വിധത്തിൽ, ദൈവത്തിന്റെ അഭിഷേകം ചലിക്കത്തക്ക വിധത്തിൽ ചില കാരാഗ്രഹ പ്രമാണിമാരെ ദൈവം യോസഫിന് അനുകൂലമാക്കി കൊടുത്തതുപോലെ നിനക്ക് വേണ്ടി അനുകൂലമാക്കി തരും. യാതൊരു സംശയവുമില്ല. ഇവിടെ ഒന്നും യോസഫ് നിരാശനായില്ലെന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ഈ കാലഘട്ടം നോക്കിയേ, 17-ാമത്തെ വയസ്സിലാ സ്വപ്നം കണ്ടത്, 30-ാമത്തെ വയസ്സിലാ ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നത്. നീണ്ട 13 വർഷം അവന്റെ ബ്രാക്കറ്റ് പീരീഡ് ആയിരുന്നു. നീണ്ട 13 വർഷം ആമേൻ. ഈ ബ്രാക്കറ്റ് പീരീഡിൽ സ്വപ്നം കണ്ടവനെ ആരാക്കി ദൈവം മാറ്റി? സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനാക്കി മാറ്റി. ഓരോ കഷ്ടതകൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഓരോ പ്രതികൂലങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കൊള്ളാകുന്നവനായി തെളിയിക്കുക ദൈവം. കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ജീവകിരീടം ലഭിക്കുവാനിടയായിത്തീരും.
ഇപ്പോൾ ചില കഷ്ടതകൾ വരുന്നത്, ചില പ്രതികൂലങ്ങൾ വരുന്നത്, ചില പരീക്ഷകൾ കടന്നു വരുന്നത്, ചില കിരീടങ്ങൾ പ്രാപിക്കാനാണെന്ന് പറഞ്ഞാൽ എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കും? പൗലോസിന്റെ ഭാഷ പറഞ്ഞ ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യകനം ലഭിക്കുവാൻ ഹേതുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഇവിടെ സ്വപ്നം കണ്ടവൻ സ്വപ്നത്തിന്റെ വ്യാഖ്യാനിയായി മാറി. ഹല്ലേലൂയ. പിന്നെയും ആമേൻ അല്പം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യോസഫ് പാനപാത്രവാഹനോട് പറയുന്നൊരു പദമുണ്ട്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ, എന്നെ എബ്രായുടെ ദേശത്തുനിന്ന് കട്ടോണ്ട് വന്നതാ. ഉണ്ടോ? അന്ന് 17 വയസ്സുള്ള ഈ യോസഫിന് മനസ്സിലാക്കാൻ പറ്റിയില്ല, സഹോദരന്മാർ ഇവനെ വിറ്റതാന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആമേൻ. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാ, സഹോദരന്മാരെല്ലാം അങ്ങ് മാറി ഇന്ന് കാണും. ആമേൻ. പൊട്ടക്കുഴി കാണിച്ചിട്ട് ഇസ്മായില് കച്ചവടക്കാരോട് പറഞ്ഞാണ്, അതുകൊണ്ട് ആ കുഴിയിൽ ഒറ്റ കിടക്കുന്നുണ്ട്, അവനെ പിടിച്ചോണ്ട് പോവാൻ. ആമേൻ. അങ്ങനെ പറഞ്ഞു കാണും ഇല്ലേ? ആമേൻ. എന്നെ കട്ടോണ്ട് വന്നതാ. ഇവന് മനസ്സിലാക്കാൻ പറ്റിയില്ല, സഹോദരന്മാർ വിറ്റാന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസഫ് പറയുകയാണ് പാനപാത്രവാഹനോട്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നെ കൂടെ ഒന്ന് ഓർക്കണമേ. പക്ഷെ അവൻ ഓർത്തോ? ഇല്ല. ഇതാ ആമേൻ. ഒരുപക്ഷെ നമ്മളെ പ്രാർത്ഥിച്ചവരും ഹല്ലേലൂയ നമ്മളെ കൈപിടിച്ചവരും ഒക്കെ ചിലപ്പോൾ മറന്നു പോകും കേട്ടോ. ദൈവം മറപ്പിക്കുന്നതാ, കാരണം ക്രെഡിറ്റ് അവർക്ക് കിട്ടാതിരിക്കാൻ. ഹല്ലേലൂയ. ഇത്ര കഷ്ടതയിലൂടെ പൊട്ടക്കിണറിന്റെ അവസ്ഥയിലൂടെ കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിവിട്ടിട്ട് ക്രെഡിറ്റ് ഒരു മനുഷ്യർക്ക് കിട്ടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെയും അല്പസമയം മുന്നോട്ട് പോയാലും ദൈവവൈദ്യനെ നീ സ്വോത്രം പറ. നിന്റെ വാക്തത്വത്തിന്റെ സമയമാകുമ്പോൾ ദൈവത്തിന് മഹത്വം ലഭിക്കാൻ, എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിന് മഹത്വം കിട്ടാൻ വേണ്ടി മാത്രം അല്പസമയം ദീർഘിച്ചാലും ദൈവത്തിന് നന്ദി പറ. 2 വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് ദൈവം തൊടേണ്ടവനെ തൊട്ടു. ഫറവോനെ ദൈവം തൊട്ടില്ലേ? ഫറവോൻ കണ്ട സ്വപ്നം ഒരുത്തർക്കും പറയാൻ പറ്റിയില്ല. കാരണം സ്വപ്നം കാണിച്ചത് ആരാ? സ്വർഗത്തിലെ ദൈവമാ. സാധാരണ അവിടെയുള്ള മന്ത്രവാദികൾ എന്ന് പറഞ്ഞാൽ ചുട്ട കോഴിയെ പറപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലുള്ള രീതിയിലുള്ള മന്ത്രവാദികളാണ്. കാരണം പടിയിട്ടപ്പോൾ പാമ്പാക്കിയ പുള്ളികൾ അവരൊക്കെ. പക്ഷെ അവർക്കൊന്നും ഈ രാജാവ് കൊണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ പറ്റിയില്ല. എന്താ കാരണം? സ്വപ്നം കാണിച്ച സ്വർഗത്തിലെ ദൈവമാ. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാവുള്ളവനെ പറ്റത്തുള്ളൂ. ആമേൻ. ആ സമയമാണ് പാനപാത്രവാഹൻ പറയുന്നത്, ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. ആമേൻ. അവിടെ കാരാഗ്രഹത്തിൽ ഒരുത്തൻ കിടപ്പുണ്ട്, അവനെ വിളിച്ചു വരുത്താം. അങ്ങനെ യോസഫിനെ കൊണ്ടുവരുമ്പോൾ യോസഫ് ആ സ്വപ്നത്തിന്റെ അർത്ഥം വിവരിക്കുക മാത്രമല്ല, ഫറവോൻ അവനോട് പറയുകയാ, ദൈവാത്മാവുള്ളവനെ പോലെ. തന്നെ ഭൃത്യന്മാരോട് ഈ വാക്ക് പറയുന്നേ, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ? ഉണ്ടോ? ഇതുവരെ ആ ദൈവാത്മാവുള്ളവൻ എവിടാ കിടന്നത്? കാരാഗ്രഹത്തിനകത്താ കിടന്നത്. പക്ഷെ സമയമായപ്പോൾ ദൈവം അതിനെ പുറത്തു കൊണ്ടുവന്നു. ദൈവം ഇതിനെ പുറത്തു കൊണ്ടുവരേണ്ട സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരും. ആ സമയമാ ദൈവത്തിന്റെ മാന്യത നിനക്ക് വെളിപ്പെടുന്നത്, ദൈവനാമം നിന്നിലൂടെ മഹത്വപ്പെടുന്നത്. അതുവരെയും ദൈവം മറച്ചു വെക്കും. കാരാഗ്രഹത്തിൽ ചിലപ്പോൾ മറച്ചു വെച്ചെന്നിരിക്കും, പൊട്ടക്കുഴി ചിലപ്പോൾ മറച്ചു വെച്ചെന്നിരിക്കും. പക്ഷേ ദൈവത്തിന്റെ ആ ബ്രാക്കറ്റ് പീരീഡ് അവസാനിക്കുന്നത് വരെ മറഞ്ഞിരിക്കാനുള്ള സഹിഷ്ണുത എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ആമേൻ. അടുത്ത 7 വർഷം സുഭിക്ഷതയുടെ കാലഘട്ടമാണ്. എല്ലാവർക്കും എല്ലായിടങ്ങളിലും സുഭിക്ഷതയുണ്ടായി. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാ പ്രിയപ്പെട്ടവരെ. അടുത്ത 7 വർഷം എന്താണ്? ക്ഷാമത്തിന്റെ കാലഘട്ടമാണ്. ഈ 7 വർഷം സുഭിക്ഷതയുടെ 7 വർഷത്തെ കാലയളവിൽ എല്ലായിടവും ഭണ്ഡാരങ്ങളിൽ യോസഫിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ധാന്യങ്ങൾ സംഭരിക്കാനിടയായി തീർന്നു. കാരണം എന്താണ്? അടുത്ത 7 വർഷം ക്ഷാമം വരാൻ പോവാ. ഈ ക്ഷാമം വരുന്നതിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല, ഒറ്റ മനുഷ്യർക്കും അറിയത്തില്ല. യോസഫിനും അറിയാം, ഫറവോനും അറിയാം, അവിടെ ഉള്ളവർക്കും അറിയാം. എന്നാൽ ഈ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ എല്ലാം സംഭരിക്കാനിടയായി തീർന്നു. എല്ലാവരും ഇഷ്ടം പോലെ ലാവിഷായി അടിച്ചു തീർത്തു. എന്നാൽ സംഭരിച്ചത് യോസഫും കൂട്ടരുമാണ്. എന്തുകൊണ്ടാ? ഒരു ദർശനമുള്ളത് കൊണ്ട്. എനിക്ക് നിങ്ങൾക്കും ഒരു ദർശനമുണ്ട്. എന്താ ദർശനം? അത് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഭൗതിക നന്മ കിട്ടുമെന്നല്ല, നിത്യതയാ നമ്മുടെ ദർശനം. നിത്യതയാ നമ്മുടെ ദർശനം. ഇവിടെ നമ്മൾ 70, 80, 90 വയസ്സ് വരെ ജീവിച്ചിട്ട് നിത്യതയ്ക്ക് വേണ്ടി പോകാനുള്ളവരാ. അവിടത്തേക്ക് വേണ്ടി വിതയ്ക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം കൃപ നൽകട്ടെ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നവനാ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാട്ട് യോസഫിന് ഫറവോന്റെ സ്വപ്നം വിവരിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്
ആ ദർശനപ്രകാരം 7 വർഷം അവർക്ക് കൂട്ടിവെക്കാൻ കഴിഞ്ഞത്. എന്നാൽ അടുത്ത 7 വർഷം ദുർഭിക്ഷതയാണ്. ക്ഷാമത്തിന്റെ കാലഘട്ടമാണ്. ഇതെല്ലാ ഭവനങ്ങളിലും ക്ഷാമം കടന്നു വന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ, മിസ്രയീമിൽ മാത്രമേ ധാന്യമുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ? ക്ഷാമം വരുന്നതിനെ കുറിച്ച് വേറെ ആർക്കും മുന്നറിയിപ്പ് കിട്ടിയില്ല. ദൈവം എനിക്ക് നിങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ ചില ദൈവദാസന്മാരിലൂടെ വചനത്തിലൂടെ നൽകി തരുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഇഷ്ടമല്ലെങ്കിൽ പോലും ആ ദൂത് ഏറ്റെടുത്താൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും, യാതൊരു സംശയവുമില്ല. ആമേൻ. ഈ സമയമാണ് യാക്കോബിന്റെ പുത്രന്മാർ ക്ഷാമകാലത്ത് ഇവിടെ മിസ്രയീമിലേക്ക് വരികയാണ്. ധാന്യം മേടിക്കാൻ കടന്നു വരുമ്പോൾ യാക്കോബിന്റെ മറ്റു മക്കളെ കണ്ട യോസഫിന് തന്റെ സഹോദരന്മാരെ തിരിച്ചറിയാൻ പറ്റി. പക്ഷെ യോസഫിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഞാൻ ചിന്തിക്കുന്നത്, രൂബേന്റെ നേതൃത്വത്തിലുള്ള സഹോദരന്മാർക്ക് ആർക്കും ഒരു ഭാവമാറ്റവും വന്നില്ല. എന്നാൽ പ്രതികൂലങ്ങളെ അതിജീവിച്ചവൻ, പൊട്ടക്കുഴി അതിജീവിച്ചവൻ, കാരാഗ്രഹത്തെ അതിജീവിച്ചവൻ, പൊത്തിപ്പേറിന്റെ വീട്ടിലെ പ്രലോഭനങ്ങളെ അതിജീവിച്ചവൻ, മട്ടിലും കെട്ടിലും മൊത്തത്തിലും ഒരു ഭാവത്തിലൊരു വ്യത്യാസം വന്ന് അവനെ മൊത്തത്തിൽ ദൈവം മാറ്റുവാനിടയായി തീർന്നു. ചില കഷ്ടതകളിലൂടെ, ചില പരിശീലന കളരികളിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ദൈവം മാറ്റം തരും, ആളത്വത്തിന് ദൈവം മാറ്റം തരും, ശൈലികൾക്ക് പോലും വ്യത്യാസം തരും, ബന്ധങ്ങൾക്ക് ദൈവം വ്യത്യാസം തരും, യാതൊരു സംശയവുമില്ല. എന്നാൽ പരീക്ഷകൾ അഭിമുഖീകരിക്കാത്തവൻ, പ്രതികൂലങ്ങളെ തരണം ചെയ്യാത്തവൻ എന്നും ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും തുടരുന്നത്. ഇവിടെ യോസഫിനെ തിരിച്ചറിയാൻ സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല, സഹോദരന്മാരെ തിരിച്ചറിയാൻ യോസഫിന് കഴിഞ്ഞു. ആമേൻ. അവരെ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത നിമിഷങ്ങളിലൊക്കെ പിന്നത്തേതിൽ യാക്കോബിന്റെ ഈ മക്കളുടെ മുമ്പിൽ യോസഫ് തന്നെ വെളിപ്പെടുത്താൻ നമുക്ക് കാണുവാനും കഴിയും. അതിനുശേഷമാണ് യാക്കോബ് തിരിച്ച് മിസ്രയീമിലേക്ക് കടന്നു വരുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെയും ഒരു വിഷയം നമുക്ക് കാണാൻ കഴിയും. യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയും. അതുവരെ അവന് ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാ ചൈതന്യം എപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്നറിയോ? നീണ്ട വർഷങ്ങൾക്ക് മുമ്പാ 17-ാമത്തെ വയസ്സിലാണ് യോസഫ് സ്വപ്നം കണ്ടത്. 30-ാമത്തെ വയസ്സിലാണ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു 13 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. പിന്നെയും ഒരു 7 വർഷം സുഭിക്ഷതയുടെ സമൃദ്ധിയുടെ കാലഘട്ടം, 13, 7, 20. പിന്നെയും ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് സഹോദരന്മാർ ധാന്യം മേടിക്കാൻ വന്നത്. ആ 2 വർഷത്തിന്റെ അവസാനമാണ് യോസഫ് രഥങ്ങളെ അയച്ചത്. ഇത്രയും നീണ്ട വർഷങ്ങൾ, 22 വർഷങ്ങൾ യാക്കോബിന് ചൈതന്യം നഷ്ടപ്പെട്ടവനായി. എന്തുകൊണ്ടാ? സഹോദരന്മാർ കൊണ്ടുവന്ന രക്തത്തിൽ മുക്കി അങ്കി കണ്ടപ്പോൾ, ആടിന്റെ രക്തത്തിൽ മുക്കി അങ്കി കണ്ടപ്പോൾ യാക്കോബ് ഉടനെ ഒരു കാര്യം തീരുമാനിക്കുക, അയ്യോ, എൻ്റെ മകൻ യോസഫ് മരണപ്പെട്ടു പോയി, എൻ്റെ മകൻ യോസഫ് തീർന്നു, എൻ്റെ നരയെ ഞാൻ ഇതുപോലെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കും. യഥാർത്ഥത്തിൽ അപ്പുറത്ത് യോസഫ് എന്ത് ചെയ്യുന്നുണ്ട്? ജീവനോടെ ഇരിപ്പുണ്ട്. യാക്കോബ് എന്ത് ചെയ്യണമായിരുന്നു? തൻ്റെ പ്രതികൂല കാലഘട്ടങ്ങളിൽ തന്നെ സഹായിച്ച് ദൈവത്തോട് ചോദിക്കണമായിരുന്നു, ദൈവമേ, ഈ രൂപന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ഈ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണോ, സത്യമാണോ? ആണെങ്കിൽ അവന്ന് പറഞ്ഞു തരണമേ. ദൈവം അവനോട് പറയുമായിരുന്നു. പക്ഷെ അവൻ ദൈവത്തോട് ചോദിച്ചതുമില്ല, ദൈവം അവനോട് സംസാരിച്ചതുമില്ല. രഥത്തെ കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളിൽ ചൈതന്യം വന്നു. അടുത്ത ദിവസങ്ങളിൽ യാക്കോബിനോട് ദൈവം സംസാരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെയും ഒരു 17 വർഷം യാക്കോബ് ജീവിച്ചിരുന്നു. യാക്കോബിന്റെ കാലഘട്ടത്തിന് ശേഷം സഹോദരന്മാർ യോസഫിന്റെ അവിടെ അടുത്ത് വന്ന് പറയുന്നൊരു പദമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. അന്നേരവും അവിടെ ഉള്ളിൽ പഴയ പക കടക്കുക, അന്നേരം അവിടെ ഉള്ളിൽ പഴയ വിദ്വേഷം കടക്കുക. അയ്യോ, യോസഫിന് തരം കിട്ടുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യും, യോസഫിന് അവസരം കിട്ടുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യും. എന്തുകൊണ്ട് അവന് നന്നാകാത്തെന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതെന്ന് മനസ്സിലായോ? പഴയ പക ഇപ്പോഴും അവന്റെ ഉള്ളിൽ കിടക്കുക. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, ദൈവകൃപയിൽ ജീവിക്കുന്നവരാ. പഴയ പകയും പഴയ വിദ്വേഷവും പഴയ വൈരാഗ്യങ്ങളും ഇപ്പോഴും വെച്ചു പുറക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ നിനക്ക് മുന്നേറാൻ കഴിയത്തില്ല, എത്ര ദൈവിക വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും. കയ്പുള്ള മണ്ഡലങ്ങളെ ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് ക്ലിയറാകേണ്ട മേലെ ക്ലിയറാകാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. യോസഫിന് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്. സഹോദരന്മാർ വന്ന് യോസഫിനോട് പറയുക, ഞങ്ങൾ നിനക്ക് അടിമകളാണ്, നീ ഞങ്ങളോട് ദ്രോഹം ക്ഷമിക്കണമേ, നിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞപ്പോ യോസഫ് പറയുന്ന പദമാ, നിങ്ങൾ അന്ന് എൻ്റെ നേരെ ദോഷം വിചാരിച്ചതാ, പക്ഷേ ദൈവം
ആ ദോഷത്തെ ഗുണമാക്കി തീർത്തു. ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടത് എനിക്ക് മാത്രമല്ല. കഷ്ടതയിലൂടെ പോയത് ഞാനാ, വേദനയിലൂടെ പോയത് ഞാനാ. പക്ഷേ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ദൈവം അതിനെ ഗുണമാക്കി തീർത്തു. ഈ സന്ദേശം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 2020 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറേനാം യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ശാപമര കുരിശേറിയത് നിമിത്തം ഞാൻ നിങ്ങൾ രക്ഷപ്പെടുവാനിടയായി തീർന്നു. ഞാൻ നിങ്ങൾ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത്, ഞാൻ നിങ്ങൾ മരണപ്പെടേണ്ട സ്ഥാനത്ത് കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പകരം ക്രൂശിലേറിയ നിമിത്തം എനിക്ക് നിങ്ങൾക്കും അത് ജീവരക്ഷയ്ക്ക് കാരണമായി തീർന്നു. അതുകൊണ്ട് ഈ കർത്താവിനെ മുറുകെ പിടിച്ച് നിത്യതയ്ക്കായി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ദൈവം ഗുണമാക്കി തീർത്തു. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല ദോഷങ്ങളും, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല പൊട്ടക്കുഴികളും, സകല ഹാലിൽ പൊത്തിപ്പേറിന്റെ ഭവനങ്ങളും, കാരാഗ്രഹം പോലുള്ള വിഷയങ്ങളും മറ്റുള്ളവർ കൂടെ അനുഗ്രഹമാകുന്ന വിധത്തിൽ ദൈവം മാറ്റും. യാതൊരു സംശയമില്ല. ദൈവത്തിൽ ആശ്രയിക്കാം. മനുഷ്യരോട് പകവെച്ച് പുലർത്തണ്ട, വ്യക്തിത്വങ്ങളോട് വൈരാഗ്യം വെച്ച് പുലർത്തണ്ട, അസൂയയോട് പെരുമാറണ്ട, മുൻകാലത്തിലുള്ള തിക്താനുഭവങ്ങളോട് നെഗറ്റീവായി പ്രതികരിക്കാതെ ദൈവം അനുവദിച്ചിട്ടാണ് അതിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള ഉറപ്പോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേട്ട എല്ലാവർക്കായി ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധികൾക്കകത്തും ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക അനുഗ്രഹമുണ്ടെന്ന് തിരിച്ചറിയുവാൻ കർത്താവേ, യോസഫിന്റെ അനുഭവം ഞങ്ങളെ തെളിയിച്ചതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശ് യാഗമായി തീർന്നത് ഞങ്ങളുടെ പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ പരിഹാരത്തിനാണെന്ന തിരിച്ചറിവോടുകൂടെ അങ്ങയുടെ നിത്യജീവനെ മുറുകെ പിടിച്ച് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും രോഗാവസ്ഥകളിൽ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഭാരത്തിൽ, കടഭാരത്തിൽ, ഞെരുക്കത്തില് പൊറുക്കപ്പെടാനാകാത്ത പാപങ്ങളിൽ ക്ഷമിക്കാനാകാത്ത വൈരാഗ്യത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് ഏറ്റുപറയേണ്ട മേൽ ഏറ്റുപറയുവാൻ, നിരപ്പാകേണ്ട മേൽ നിരപ്പാകുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറയിൽ മറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.